എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ എനർജിയും നിങ്ങളോടുള്ള എനർജിയും, ഇപ്പോഴത്തെ എനർജി, അവരുടെ ഇപ്പോഴത്തെ എനർജി. ഹാങ്ഡ് മാൻ ആണ് വന്നിട്ടുള്ളത്. ഇവർ ഒരുപാട് ലൈഫിൽ സ്റ്റക്നെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, തലകുത്തി നിൽക്കുകയാണ്. ബോട്ടം വന്നിട്ടുള്ളത് മൂണാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. 2 ഓഫ് സോർട്സ്, ഏസ് ഓഫ് കപ്സ്. പക്ഷേ ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊട്ടും പറ്റുന്നില്ല. വളരെയധികം കൺഫ്യൂഷനും പേടിയും ഒക്കെയാണ്. ഒറ്റപ്പെട്ടിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? 3 ഓഫ് സോർട്സ്. വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലിരുന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒക്കെ വന്നിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്നാണ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒളിച്ചു വെച്ചിട്ട് ഇവരെന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എംപ്രസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്ത് വയ്ക്കുന്നത്. 8 ഓഫ് വാൻഡ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത. നിങ്ങളോട് ഹാങ്ഡ് മാനാണ്. ഏത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല. ഒരുപാട് കാര്യത്തെപ്പറ്റി ആലോചിച്ച് സ്ട്രെങ്ത് ഉള്ള ആളാണ്, ലൈഫിലെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പുതിയ തുടക്കമൊക്കെ തുടങ്ങണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് അവരുടെ ഒരു എനർജിയും കൂടെ എടുക്കാം നമുക്ക്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വിട്ടുകളയാൻ പറ്റാത്ത എന്തോ കാര്യം ലൈഫിലുണ്ട്. നിങ്ങളവർ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ വേറെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ എന്താ പറയുക, നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്നുള്ളത്. നിങ്ങളെ വിട്ടുകളയാനും തയ്യാറല്ല. പക്ഷേ ആളിപ്പോൾ ഇരിക്കുന്നത് എന്തോ മാനസികമായിട്ട്, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളെ വിട്ട് കളയാനും പറ്റുന്നില്ല. 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളല്ലാണ്ട് വേറൊരു വ്യക്തിനെ അവർക്ക് മനസ്സിൽ കാണാൻ പറ്റത്തില്ല എന്നാണ് ഈ കപ്സ് പറയുന്നത്.